എല്ലാവർക്കും നമസ്കാരം. വേദവിദ്യഹരിയിലേക്ക് സ്വാഗതം. ഇന്ന് 1200 ആണ്ട് കർക്കിടക മാസം 13 തീയതി ചൊവ്വാഴ്ച, 2025 ആണ്ട് ജൂലൈ 29 തീയതി. ഇന്നത്തെ നക്ഷത്രം ഉത്തര നക്ഷത്രമാണ്. പഞ്ചമി തിഥി. ഉത്തര നക്ഷത്രം പിറന്നാളായിട്ടും പക്കപ്പിറന്നാളായിട്ടും ആഘോഷിക്കുന്നവർ ഇന്നത്തെ ദിവസം അനുഷ്ഠിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം അനുഭവത്തിൽ വരുന്ന കുറച്ച് ജ്യോതിഷ ഫലങ്ങളുമാണ്. ഉത്തരം 2 കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂർ, കന്നിക്കൂറും. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 11 വ്യാഴവും 8 ശനിയും 7 രാഹുവും സഞ്ചരിക്കുന്ന സമയം. പൊതുവെ 11 വ്യാഴം അവർക്ക് അഭിഷ്ട കാര്യങ്ങളൊക്കെ നേടിത്തരുന്നതും ധന ആഗമനത്തിന് നല്ല സമയമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8 ശനി കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാക്കി തരും. പൊതുവെ സ്വജനങ്ങളുമായിട്ട് വിരോധം ഉണ്ടാകാതിരിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വജനങ്ങളും നമ്മുടെ വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ കലഹവിരോധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തുടങ്ങി വെക്കുന്നതിനും ധനപരമായ കാര്യങ്ങൾക്കൊക്കെ നേട്ടമുണ്ടാകുന്നതിന് സമയമാണ്. കൊടുക്കൽ വാങ്ങുകൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ് ചിങ്ങക്കൂറുകാർക്ക്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 7 ശനി കണ്ടകശനിയുടെ സമയം, 10 വ്യാഴം, 6 ഭാവത്ത് രാഹു ഇത്രാദി ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. കണ്ടകശനി സമയം കൂടി ആയതുകൊണ്ട് പൊതുവെ ഇന്നത്തെ ദിവസം അലക്ഷ്യമായിട്ടുള്ള യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരാം. പ്രയത്നങ്ങൾക്ക് ഫലമില്ലാണ്ട് വരാം. സഹായങ്ങൾക്കൊക്കെ വിഗമനം ലഭിച്ചെന്ന് വരാം. കർമ്മസ്ഥാനത്ത് നമ്മൾ പ്രയത്നിക്കുന്നതിൻ്റെ ഫലം കിട്ടായുകയോ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് മാറിയാൽ മതി എന്നൊരു ചിന്ത വരുന്നതായ സമയമാണ്. ചൊവ്വാഴ്ച ആയതിനാൽ ശുഭകാര്യങ്ങൾക്കൊക്കെ വർജിക്കണം എന്നാണ് ജ്യോതിശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ എല്ലാ കാര്യത്തിനും പ്രസന്നവതനായിട്ട് എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്യുന്നവരായിരിക്കും. അധികാരശക്തിയുള്ളതും സാമർഥ്യമുള്ളവരുമായിരിക്കും. മറ്റുള്ളവരുടെ ആജ്ഞാശക്തിയൊന്നും പെട്ടെന്ന് ഇഷ്ടപ്പെടാത്തവരായിരിക്കും. വിശേഷ ചിങ്ങക്കൂറുകാർക്ക് മറ്റുള്ളവരെ ആജ്ഞാപിക്കുന്നൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ജീവിത വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുകയും സ്വപ്രയത്നം കൊണ്ട് ജീവിത വിജയത്തിൽ എത്തിച്ചേരുന്നവരുമാണ് ഉത്തര നക്ഷത്രക്കാർ. ജ്യോതിശാസ്ത്ര പ്രകാരം നക്ഷത്ര ഫലങ്ങളൊക്കെ സാമാന്യ ഫലങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളായിട്ടാണ്. നമ്മുടെ പ്രയത്നങ്ങൾക്ക് കൂടുതൽ ഫലം, ശുഭാശുഭ ഫലങ്ങളാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അതിൽ ഇന്ന നക്ഷത്രക്കാർക്ക് ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ട് എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാകും എന്ന് കരുതി നമ്മൾ പ്രയത്നിക്കാതിരുന്നാൽ ഒന്നും കിട്ടില്ല. ആ പ്രയത്നത്തിന് ഉതകുന്നതായ ചില വഴിപാടുകൾ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടേതായ തടസ്സങ്ങളൊക്കെ മാറി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് എക്സ്ട്രാ ഒരു എനർജി എന്നാണ് നമുക്കൊരു ബാഹ്യമായ ഒരു ആന്തരികമായ ബാഹ്യമായ ഒരു ശക്തി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുക. അതിനാണ് വഴിപാടുകൾ കൊണ്ട് ഉദ്ദേശിക്കുക. ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർ ഇന്നേ ദിവസം രാവിലെ വിശേഷമായിട്ട് ആചരിക്കുക എന്ന് പറയുമ്പോൾ ദേവീക്ഷേത്രങ്ങളിൽ സമീപത്തുള്ള ഏറ്റവും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ചെല്ലുക. ഭദ്രകാളിയായാലും ദുർഗയായാലും ഏതായാലും ദേവീക്ഷേത്രത്തിൽ ചെന്നിട്ട് ചുവന്ന പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കുക. അതിലുപരി ദേവീക്ഷേത്രത്തിൽ ദുർഗാസൂക്ത മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുക. ദുർഗാക്ഷേത്രത്തിലാണെങ്കിൽ അത് വിശേഷമായിരിക്കും. ദുർഗാസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുക. ദേവിക്ക്, ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക. ദീപം സമർപ്പിക്കുക. രാവിലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുക. ക്ഷേത്രം എന്നാൽ അന്ധവിശ്വാസങ്ങളൊന്നല്ല, നമ്മുടേതായ പ്രയത്നങ്ങൾക്ക് ഒരു ഫലം, നമ്മുടെ പ്രയത്നങ്ങൾക്കൊരു ബാഹ്യമായോ ആന്തരികമായോ നമുക്ക് കിട്ടുന്ന ഒരു ശക്തി എന്നാണ് ക്ഷേത്ര ദർശനം കൊണ്ട് ഉദ്ദേശിക്കുക. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നിരുന്നാൽ ഒന്നും കിട്ടില്ല. നമ്മൾ പ്രയത്നിക്കാനുള്ള പ്രയത്നത്തിന് പെട്ടെന്ന് ഫലം കിട്ടാനും നമ്മുടേതായ ശുഭാപ്തി വിശ്വാസം, നമ്മളൊരു ആത്മവിശ്വാസം വർദ്ധിക്കാൻ ക്ഷേത്ര ദർശനം വഹിക്കുന്നതാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയിട്ട് ദുർഗാസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകാനായിട്ടും വരുന്നതായ നെഗറ്റീവ് ഫലങ്ങളെയൊക്കെ മാറ്റാനായിട്ട് ഉപകരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ മനസ്സിന് സങ്കടങ്ങൾ ഉണ്ടാകുന്നതൊക്കെ മാറ്റിവെക്കുന്നത് ഈ ദിവസം പ്രയോജനപ്പെടുന്നതാണ്. സ്വജനങ്ങളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടൊന്നും കലഹം ഉണ്ടാകാതിരിക്കാൻ ഉത്തര നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും നമസ്കാരം.